പോസിറ്റീവ് ഗെസ്റ്റർ കൊണ്ട് വളരെ പുതുമ ആകർഷിക്കുകയാണ് സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷത്തോളം സർവീസിലുണ്ടെങ്കിലേ ഇനി പെൻഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്ന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു തീരുമാനമല്ലേ? അല്ല, ഈ തീരുമാനം വരാൻ കാരണം എന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ശക്തമായിട്ട് എതിർക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന ഒരു വിഷയമാണത്. പ്രതിപക്ഷം മാത്രമല്ല, മലയാള മനോരമ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നതാണ്. കാരണം CPM-ന്റെ പാർട്ടി പ്രവർത്തകർക്ക് ജീവിതകാലം മുഴുവനും പെൻഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഡിവൈഡ് ആൻഡ് മേക്കിംഗ് പെൻഷനേഴ്സ് എന്നുള്ളത്. അതായത് ഒരു മന്ത്രിസഭ വരുമ്പോൾ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിശ്ചയിക്കുന്ന ആളുകൾ, ആ മന്ത്രി എത്ര കാലമാണോ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് അത്രയും കാലം പേഴ്സണൽ സ്റ്റാഫായിട്ട് നിൽക്കാം. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് പെൻഷൻ കൊടുക്കേണ്ടായിരുള്ളൂ. CPM എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കാമെന്നുള്ള നിയമം കൊണ്ടുവരികയും 2 കൊല്ലം കഴിയുമ്പോൾ ആദ്യത്തെ ആളെ മാറ്റും. എന്നുവെച്ചാൽ ഒരു മന്ത്രിയുടെ കീഴിൽ 20 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ 20 പേഴ്സണൽ സ്റ്റാഫിന് പകരം 40 പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് CPM ചെയ്തിരുന്നത്. വളരെ വൃത്തിയായിട്ട ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ, അതായത് സർക്കാരിൻ്റെ പണം അടിച്ചെടുക്കാനായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കാനായിട്ടുള്ള സംവിധാനം പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. പൊതുസമൂഹത്തിന് അത് താല്പര്യമുള്ള ഒരു കാര്യമല്ല. സർക്കാരിൻ്റെ പണമാണിങ്ങനെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷവും അതേപോലെ തന്നെ പൗരന്മാരൊക്കെ ഇതിനെതിരായിരുന്നു. അതൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മലയാള മനോരമ കേരളത്തിലെത്തിക്കുകയും ജനങ്ങൾ ആ കാര്യം ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫിനെ തന്നെ കുറക്കണം. അത് കുറച്ചിട്ടില്ല സതീശൻ. പേഴ്സണൽ സ്റ്റാഫിനെ കുറക്കണം. എന്തിനെത്ര ഇത്രയും പേഴ്സണൽ സ്റ്റാഫിനെ തീറ്റിപ്പറ്റുന്നത്? ഇതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കില്ലേ? അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു വിഷയം അവർ ടേക്കപ്പ് ചെയ്തു, അത് പരിഹരിച്ചു. പെൻഷൻ, ഇരട്ട പെൻഷൻ വാങ്ങുന്ന പരിപാടി അവസാനിപ്പിച്ചു. ഇറ്റ്സ് എ ഗുഡ് തിങ്. വളരെ നല്ലൊരു കാര്യമാണ്. അതിനോടൊപ്പം ചെയ്യാവുന്നൊരു കാര്യമാണത്. ഇനി നമ്മുടെ ഖജനാവിൽ നിന്ന് ഈ രാഷ്ട്രീയക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന പണം നമ്മൾ പരിശോധിച്ചാൽ ഓരോരോ ബോർഡുകളുണ്ട്. റബ്ബർ ബോർഡ്, ഞാൻ ഒരെണ്ണത്തിന്റെ പേര് മാത്രമാണ്. അതുമാതിരി നിരവധി ബോർഡുകളുണ്ട്. ഈ ബോർഡുമായിട്ടുള്ള കുറെ ബോർഡുകൾ. ആ ബോർഡുകൾ ഒരു പ്രവർത്തനം നടത്തുന്നില്ല. അവർക്കൊരു കാറുണ്ടാവും, അതിൻ്റെ ചെയർമാന്, എനിക്ക് വന്ന് ചിലപ്പോൾ മെമ്പേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇഷ്ടം പോലെ പണം മാസം അവർക്ക് ശമ്പളമായിട്ടും കൊടുക്കും. ഇതൊക്കെ നിർത്തിക്കൂടെ? എന്തിനാണത്? ഇതെല്ലാം നിർത്തിയാൽ ഈ ദൂർത്ത് എന്ന് പറയുന്ന സാധനം കണ്ടവാനം കുറക്കാനായിട്ട് കഴിയും. അത് ചെയ്യാവുന്നതാണ് അവർക്ക്. പക്ഷെ ഘടകകക്ഷികൾ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ലെങ്കിൽ കോൺഗ്രസ് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത്ര ആളുകൾ തീറ്റിപ്പോറ്റാലോ. MLA ആയിട്ട് മത്സരിക്കാനായിട്ട് സൗകര്യം കിട്ടാതിരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പല ബോർഡിൻ്റെയും ചെയർമാൻമാരാകും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ വെട്ടിക്കുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവിൽ ലാഭിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. അതും കൂടിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊരു പുതിയ സർക്കാരാണ്. ആ പുതിയ സർക്കാർ എന്ന് പറഞ്ഞാൽ പഴയ സർക്കാരിൻ്റെ മേധസ് വെട്ടി ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നൊരു സർക്കാർ ആയി മാറുന്നത് ജനത്തിൻ്റെ കൈയടി കിട്ടാനായിട്ടും അതേപോലെ തന്നെ നമ്മളീ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് വലിയ ഗുണം സർക്കാരിനുണ്ടാക്കി കൊടുക്കും സാമ്പത്തികമായിട്ട്. കാരണം ഈ ബോർഡുകൾ ഇതെല്ലാം വെറുതെയാണ്. സർക്കാർ പണം അടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളാണ് ബോർഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ PSC മെമ്പർമാർക്ക് കൊടുക്കുന്ന ശമ്പളം അത് അടിയന്തരമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. PSC മെമ്പർമാരുടെ ശമ്പളം വെട്ടിക്കുറക്കേണ്ട ആവശ്യമാണ്. അവരുടെ അംഗസംഖ്യ വെട്ടിക്കുറക്കേണ്ട. എന്തിനാണത്? മറ്റു പല സംസ്ഥാനങ്ങളെയും 2-3 പേരാണ് PSC മെമ്പർമാരുള്ളത്. ഇവിടെ 21 പേരെ കണ്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് VD സതീശന് അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞ് VD സതീശന് എന്താണ് വലിയ പേരുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതല്ലേ. കഴിഞ്ഞ സർക്കാർ പേര് നശിപ്പിച്ച എല്ലാ മേഖലകളിലും വെട്ടിമേഞ്ഞ് കയറി പ്രവർത്തിക്കേണ്ടത് സതീശൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് വളരെ എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇതാരുടെയും ഇതൊന്നും ആവശ്യങ്ങളല്ല, ബാധ്യതകളാണ് മുഴുവൻ. ആവശ്യമല്ല. ഒരു സർക്കാർ ഫംഗ്ഷൻ ചെയ്യണതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇത് മുഴുവൻ. പിന്നെന്തിന്? അത് ഈ കൂടെ നടക്കുന്നതായിട്ടുള്ള ഉപജാത സംഘങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അത് നിർത്തിക്കൂടെ? വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ ഇങ്ങനെ ആക്കിയത് വളരെ നല്ല തീരുമാനമാണ്.
മറ്റൊരു കാര്യം കൂടി ചെയ്യാം, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറക്കാം. വേറൊരു കാര്യം കൂടി ചെയ്യാം, അനാവശ്യമായ നിരവധി ബോർഡുകളുണ്ട്, ആ ബോർഡുകൾ മുഴുവൻ പിരിച്ചുവിടാം. ഇനിയും ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, PSC അംഗങ്ങളുടെ എണ്ണം 3 ചുരുക്കാം. എല്ലാത്തിനും പിരിച്ചവർ വീട്ടിൽ പോയിരിക്കട്ടെ, അവരുടെ ശമ്പളവും കുറക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചെയ്താൽ ജനങ്ങൾ കൈയടിക്കും. കാരണം ജനങ്ങൾ ഇതൊക്കെ കണ്ട് സഹികെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനൊപ്പം ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടാൻ പോകുന്നത് എങ്ങനെ പൈസ കണ്ടെത്തും എന്നുള്ളതാണ്. കാരണം നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവരാനായിട്ട് പൈസ വേണം. പൈസ കണ്ടെത്താനായിട്ട് ഓരോ മേഖലയിലും ഇടപെടലുകൾ ശക്തമായിട്ട് നടത്തിയാൽ കുറേ ഇടങ്ങളിൽ പണം താനെ കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ റവന്യൂ വരുമാനം, അതേപോലെ തന്നെ പലതരം ടാക്സുകളിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെയുള്ള സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയും. എറണാകുളം ജില്ലയിൽ ടാക്സ് അടക്കാത്ത എത്രയോ ആളുകളാണ്. എറണാകുളം ജില്ല എന്ന് പറയുന്നത് സതീശൻ്റെ ജില്ലയാണ്. ഈ എറണാകുളം ജില്ലയിൽ ടാക്സ് അടക്കാത്തതായ കച്ചവടക്കാർ, അതുപോലെ തന്നെ ഫാക്ടറി നടത്തുന്നതായിട്ടുള്ള ആളുകൾ, സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾ, ഇലക്ട്രിസിറ്റി പോലും ബില്ല് പോലും മര്യാദ കിടക്കാത്ത ആളുകൾ ഒരുപാട്. അവരുടെയൊക്കെ മുണ്ടിന് കുത്തിപ്പിടിച്ച് പൈസ അടപ്പിച്ചാൽ തന്നെ കോടിക്കണക്കിന് രൂപ ഈ ഖജനാവിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ല എന്ന് പറയാൻ കാരണം എറണാകുളം ജില്ലയാണ് നമ്മുടെ സാമ്പത്തിക കേന്ദ്രം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ എക്കണോമിക് ഡിസ്ട്രിക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക പിരിച്ചെടുത്താൽ തന്നെ കണ്ടമാനം രൂപ, കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് തിരിച്ചെത്താനായിട്ടുള്ള വഴിയുണ്ട്. അതിനുള്ള ഇടപെടൽ ഉണ്ടാവുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ കണക്കാക്കി. ഇപ്പം മദ്യവും ലോട്ടറിയുമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പൈസ കൊണ്ടുതരുന്ന ഖജനാവിലെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പുതിയൊരു ഇൻഡസ്ട്രി രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. പുതിയ ഇൻഡസ്ട്രികൾ ഒരുപാട് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് വാങ്ങാനായിട്ട് ചെലവഴിക്കുന്നത്. കോടിക്കണക്കിന്, കൃത്യമായിട്ട് കണക്കെടുക്കുന്നതല്ല ഒരു ഡിസ്കഷൻ. അവർക്ക് അതിന് പകരം എന്ത് ചെയ്യാം? ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിർമ്മിക്കാം, ഓരോ ജില്ലയിലും നിർമ്മിക്കാം. ഓരോ ജില്ലയിൽ നിർമ്മിച്ച ആ ജില്ലയിലുള്ള സർക്കാർ ആശുപത്രികളിൽ മുഴുവൻ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാനായിട്ട് കഴിയും. ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നതായിട്ടുള്ള മരുന്നുകൾ, അത് നമുക്ക് നിർമ്മിച്ചാൽ എന്താ കുഴപ്പം? പേറ്റൻസി പോലും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പലതും. അത്തരം മരുന്നുകൾ നിർമ്മിക്കുന്നതിന് എല്ലാ ജില്ലയിലും കൃത്യമായിട്ടുള്ള ചെറിയ ചെറിയ ഫാക്ടറികൾ സ്ഥാപിച്ച് നിർമ്മിച്ചാൽ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഈ സർക്കാർ ആശുപത്രികൾ മരുന്നില്ലാത്ത ആശുപത്രികൾ എന്ന് പറയുന്ന പേര് പോലും ഉണ്ടാവില്ല. ഇതെന്താ അവർ ചെയ്യാത്തത്? ഫാർമസി എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ ലോബി കേരളത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പങ്ക് അറിയാതെ മന്ത്രിമാരുടെ പോക്കറ്റിലെത്തുന്നുണ്ട്. ഇത് നിർത്തലാക്കാനായിട്ട് മുരളീധരൻ തയ്യാറാവും, എനിക്ക് തോന്നുന്നുള്ള തയ്യാറാവും. അത് നിർത്തലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പണം വരുന്നതിനുള്ള വഴികൾ അങ്ങനെ എത്രയോ മേഖലകളുണ്ട്, അതൊക്കെ തുറക്കട്ടെ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.